പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ ചർച്ച ചെയ്യുന്നു യോഗ വിഷയത്തിൽ ത്രിഗ്രഹ യോഗം. ത്രിഗ്രഹ യോഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ കർത്താക്കളായി വരുന്ന ഗ്രഹങ്ങൾ വ്യാഴവും ശുക്രനും ശനിയുമാകുന്നു. ആദ്യം ഈ യോഗത്തെപ്പറ്റി നമുക്ക് ശ്രദ്ധിക്കാം. കല്യാണവർമാവ് എന്താണ് ഈ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നിർവഹിക്കാം. ആദ്യം യോഗ ശ്ലോകം ശ്രദ്ധിക്കുക. ന്യൂന കുലജാതോപി ച ഭവതി നരോ ഭൂപതിർ വിപുലകീർത്തി ഗുരുഭാർഗവ രവിപുത്രൈ ഏകസ്ഥൈ ശീലസമ്പന്ന. ഇവിടെ ഗുരുഭാർഗവ രവിപുത്രൈ ഏകസ്ഥൈ ഏകേ തിഷ്ഠതി ഏകസ്ഥ. ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു, ഭാർഗവൻ ശുക്രൻ, രവിപുത്ര സൂര്യപുത്രൻ ശനി, ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ആരായിത്തീരും എന്നാണ് പറയുന്നത് ആചാര്യൻ? ശീലസമ്പന്ന ഭവതി. അയാൾ ശീലസമ്പന്നനാണ്. ശീലൈഹി സമ്പന്ന, നല്ല ശീലങ്ങളാൽ, സത്ശീലങ്ങളാൽ സമ്പന്നനായി മാറുന്നു. ശീലമാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഉറവിടം എന്നർത്ഥം. നല്ല ശീലങ്ങളാൽ സമ്പന്നനാണ്, ധന്യനാകുന്നു അദ്ദേഹം. ഹീസ് അപ്രീഷിയേറ്റ് ബൈ ഗുഡ് ക്വാളിറ്റീസ്, ഓൺ ക്വാളിറ്റീസ് എന്നർത്ഥം. തൻ്റെ സദ്ഗുണങ്ങളാൽ സമ്പന്നമാണ് അദ്ദേഹം. ത്യാഗസമ്പന്നൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ത്യാഗം കൊണ്ട് സമ്പന്നനാവുക. ധനം കൊണ്ട് സമ്പന്നൻ, ധനസമ്പന്നൻ. ഇവിടെ നല്ല ശീലങ്ങളാൽ സമ്പന്നൻ എന്നർത്ഥം. പിന്നീട് ഇദ്ദേഹത്തിനെ പറ്റി എന്ത് പറയുന്നു? ന്യൂനകുലജാതഃ അഭി, താഴ്ന്ന കുലത്തിൽ ജനിച്ചവനാണെങ്കിലും തൻ്റെ കഠിനാധ്വാനം, ശനി അധ്വാനഗ്രഹമാണ്, കഠിനാധ്വാനത്തിൽ അദ്ദേഹം ആരായിത്തീരുന്നു? സഹ നരഹ ഭൂപതി ഭവതി, അയാൾ രാജാവായിത്തീരുന്നു. ഭുവം പാതി ഇതി ഭൂപതി, ഭൂമിയെ ഭരിക്കുന്നു. രാജാവാണ് ഭൂമിയെ ഭരിക്കുക. അല്ലെങ്കിൽ അത്ര നല്ല പദവികളിൽ എത്തിച്ചേരുന്നു. തൻ്റെ കർമ്മമേഖല, ചുറ്റുമുള്ള മേഖലയിൽ താൻ അങ്ങേയറ്റം അറിവുണ്ടാകുന്നു. അതിലൂടെ രാജാവാകുന്നു. രാജാവെന്നാൽ ഇക്കാലത്ത് ഒരു രാജ്യത്തിൻ്റെ മാത്രം പാലിക്കുന്ന ആളല്ല, തങ്ങളുടെ കർമ്മമേഖലയിൽ താൻ പ്രഗത്ഭനാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ജ്വല്ലറി ഗ്രൂപ്പാണ് മലബാർ. അയാൾ രാജാവാണ്. രത്നങ്ങളുടെ, സ്വർണത്തിൻ്റെ മേഖലയിൽ അയാൾ രാജാവാണ്. അപ്രകാരം മറ്റൊരു രാജാവാണ് ജോയ് ആലുക്കാസ്. തങ്ങളുടെ കർമ്മമേഖലയിൽ രാജാവാണിവർ. അതിനാൽ ഗുരു ശുക്ര ശനി യോഗം രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നു. അയാൾ ചാണകക്കുഴിയിൽ നിന്ന് വന്ന ആളാണ്, നീചകുലത്തിൽ ജനിച്ച ആളാണ്. എങ്കിലും ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ വിൽ ഗിവ് ഹിം ദ പവർ ഓഫ് എ കിങ് എന്നർത്ഥം. പിന്നീട് സഹ വിപുല കീർത്തി ഭവതി, വിപുലാ കീർത്തി യസ്യ സഹ, വിപുലമായ കീർത്തിയോടുകൂടിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതിനു പുറമെ അദ്ദേഹത്തിന് നല്ല ശീലങ്ങളുമുണ്ട്. വളരെ അനുഗ്രഹീതമായ ഒരു ശ്ലോകമാണ് കല്യാണവർമാവ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. ഏതായാലും ത്രിഗ്രഹ യോഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത സെഷൻ ചതുർഗ്രഹ യോഗമാണ്, പിന്നെ പഞ്ചഗ്രഹ യോഗം, പിന്നെ പ്രവ്രജയോഗം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതിമഹത്തായ ഈ കല്യാണവർമാവിൻ്റെ ശ്ലോകങ്ങളെ മനസ്സിലാക്കുക. യോഗങ്ങൾ ഇത്ര മനോഹരമായി നിരൂപിച്ചിട്ടുള്ളത് കല്യാണവർമാവാണ്. ഫലദീപികയിലും കാണാം. ദ്വിഗ്രഹയോഗം പലപ്പോഴും വളരെ അനുകൂലമായി കാണുന്നത് വരാഹമിഹിര ആചാര്യരുടേതാണ്. നമസ്തേ.